നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. VKC പ്രൈഡ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC പാദരക്ഷകൾ വാങ്ങൂ, സമ്മാനങ്ങൾ നേടൂ. ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. VKC പ്രൈഡ്. കോടതിയും സർക്കാരും ഉത്തരവിട്ടതെല്ലാം വെറുതെ. രണ്ടാം ദിവസവും ജനത്തെ വലച്ച് പണിമുടക്ക്. തിരുവനന്തപുരത്ത് KSRTC ജീവനക്കാർക്ക് മർദ്ദനം. കൊച്ചി BPCLിലും കഞ്ചിക്കോട് ബെമനിലും ഉദ്യോഗസ്ഥരെ തടഞ്ഞു. ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് കടലാസിൽ ഒതുങ്ങി. സെക്രട്ടേറിയറ്റിലെത്തിയത് 176 ജീവനക്കാർ മാത്രം. ഭൂരിഭാഗം ഓഫീസുകളും കാലി. KSRTC MDയുടെ വാഗ്ദാനവും പാഴ്വാക്കായി. പെട്രോൾ പമ്പുകളും അടഞ്ഞുതന്നെ. ജീവനക്കാരുടെ സമരത്തെ വിലക്കിയ കോടതിക്ക് ബ്രിട്ടീഷ് പ്രേതം കൂടി എന്ന് പറയേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണ്. കോടതിക്കെതിരെ വീണ്ടും MV ജയരാജൻ. കോടതികൾക്ക് ബ്രിട്ടീഷ് പ്രേതം കൂടിയെന്ന് പരിഹാസം. കോടതിക്ക് അടിയന്തരാവസ്ഥയുടെ ശബ്ദമെന്ന് കോടിയേരി. ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ടെന്ന് ആനത്തലവട്ടം ആനന്ദൻ. അന്നം മുട്ടിക്കുന്ന പണിമുടക്കെന്ന് K സുരേന്ദ്രൻ. വിവിധയിടങ്ങളിൽ കടകൾ തുറന്ന വ്യാപാരികൾ. പാലാരിവട്ടത്തും കോഴിക്കോടും അടപ്പിച്ച് സമരക്കാർ. തിരുവനന്തപുരത്തെ ലുലുമാളും അടപ്പിച്ചു. ദേവികുളം MLA A രാജയ്ക്ക് പോലീസ് മർദ്ദനം. സംഭവം പണിമുടക്ക് യോഗത്തിനിടെ. തിരൂരിൽ CPM ഭരിക്കുന്ന സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്നു. സിൽവർ ലൈൻ ഭൂമി ഏറ്റെടുക്കലിനെതിരായ ഹർജി തള്ളി. കേന്ദ്ര വിജ്ഞാപനം ആവശ്യമില്ലെന്ന സർക്കാർ വാദം അംഗീകരിച്ച് ഹൈക്കോടതി. സാമൂഹികാഘാതം പഠിക്കാൻ കല്ലിടുന്നത് എന്തിനെന്ന് കോടതി. വീടുകൾ കയറി പദ്ധതി വിശദീകരിച്ച് സജി ചെറിയ. ദിലീപിനെയും ബാലചന്ദ്രകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ബാലചന്ദ്രകുമാറിനെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചുവരുത്തി. പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കൊച്ചിയിൽ ടാറിംഗ് വഴിപാടാക്കി കോർപ്പറേഷൻ. പാർക്ക് ചെയ്ത വാഹനങ്ങൾ മാറ്റാതെ ടാറിട്ടു. അനാസ്ഥ കാട്ടിയത് കൊച്ചി സ്റ്റേഡിയം ലിങ്ക് റോഡിൽ. യുക്രൈൻ റഷ്യ ചർച്ച ഇന്ന് ഇസ്താംബൂളിൽ. കീവ് പിടിച്ചെടുക്കാൻ നീക്കം ശക്തമാക്കി റഷ്യ. ഇർപിൻ നഗരം തിരിച്ചുപിടിച്ചതായി യുക്രൈന്റെ അവകാശവാദം. IPLിൽ രാജസ്ഥാൻ റോയൽസിന് ഇന്ന് ആദ്യ മത്സരം. എതിരാളികൾ സൺറൈസേഴ്സ് ഹൈദരാബാദ്. മത്സരം രാത്രി 7:30 മുതൽ പൂനെയിൽ. വാർത്തകളിലേക്ക് വിശദമായി. പൊതുപണിമുടക്കിന്റെ രണ്ടാം ദിനം തിരുവനന്തപുരത്ത് KSRTC ജീവനക്കാർക്ക് മർദ്ദനം. തമ്പാനൂരിൽ നിന്നും കളിയിക്കാവിളയിലേക്ക് പോയ ബസ്സിലെ ജീവനക്കാർക്കെതിരെയാണ് സമരാനുകൂലികൾ ആക്രമണം നടത്തിയത്. കണ്ടക്ടർ ശരവണന് പരിക്കുപറ്റി. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഏത് സാഹചര്യത്തിലാണ് KSRTC ജീവനക്കാർക്കെതിരെ ആക്രമണമുണ്ടായത്? KSRTC ജീവനക്കാർ ജോലി ചെയ്യാനാണോ എത്തിയത്? KSRTC ജീവനക്കാർ ജോലി ആരംഭിക്കുകയും ഇവർ ബസ്സുമായി കളിയിക്കാവിളിയിലേക്ക്, അതായത് സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് കളിയിക്കാവിളിയിലേക്ക് പോവുകയുമായിരുന്നു. ഇതിനിടെ പാപ്പനംകോട് വെച്ച് ബസ് തടഞ്ഞു നിർത്തി സമരാനുകൂലികൾ. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു കണ്ടക്ടർക്ക് മർദ്ദനമേറ്റത്. ശരവണനാണ് മർദ്ദനമേറ്റത്. ഡ്രൈവർ സജി അടക്കമുള്ളവരെയും സജിക്കും മർദ്ദനമേറ്റു. യാത്രക്കാരെ പാപ്പനംകോട് ബസ്സിൽ നിന്ന് ഇറക്കിയ ശേഷം ആണ് ഈ തർക്കങ്ങളെല്ലാം ഉണ്ടായത്. എന്തായാലും ഇരുവരെയും പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. KSRTCയിൽ BMS തൊഴിലാളികൾ ഹർത്താലിൽ നിന്ന് പണിമുടക്കിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇവർ ഹാജരായിരുന്നു. ഇതേ തുടർന്നാണ് വാഹനം സർവീസ് നടത്താനുള്ള അനുമതി കൊടുത്തത്. പക്ഷേ BMS തൊഴിലാളി തന്നെയാണോ ഈ പരിക്കേറ്റ കണ്ടക്ടർ? രാഷ്ട്രീയം അദ്ദേഹം പറയുന്നില്ല. പക്ഷേ BMS പ്രവർത്തകനാണോ അല്ലയോ എന്ന് പറയുന്നില്ല. അദ്ദേഹം BMS ഇതിൽ നിന്ന്, അതായത് പണിമുടക്കിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളതേ ഉള്ളൂ.
അവരുടെ ആഹ്വാനത്തെ തുടർന്ന് നിരവധി പേർ സംഘടനയെ അനുകൂലിക്കുന്നവർ ജോലിക്ക് എത്തിയിരുന്നു. ഇതുകൂടാതെ ഡയസ്നോ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കൂടുതൽ പേരും എത്തിയിരുന്നു. എന്തായാലും ഏകദേശം 3000-ലധികം പേർ KSRTC-യിൽ ഇന്ന് ജോലിക്ക് എത്തിയെങ്കിലും 106 സർവീസ് മാത്രമേ നടത്താൻ കഴിഞ്ഞുള്ളൂ. അതിൽ തന്നെ KSRTC മാനേജ്മെന്റ് പറയുന്ന വിശദീകരണം കൂടുതൽ ബസ്സുകൾ ബസ്സുകൾ സർവീസ് നടത്തുന്നതിന് അനുകൂലമായ ഒരു സമീപനവും പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായില്ല. ഇത്തരത്തിൽ വാഹനങ്ങൾ തടയുന്നതിന് അല്ലെങ്കിൽ വാഹനങ്ങൾ തടയുന്നത് ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം, പോലീസ് എസ്കോർട്ട് തരണമെന്നുള്ള നിർദ്ദേശവും എല്ലാം KSRTC പോലീസിന് നൽകിയെങ്കിലും അല്ലെങ്കിൽ അത്തരം റിക്വസ്റ്റ് നൽകിയെങ്കിലും എസ്കോർട്ട് പോകാനോ ഒന്നിനോ പോലീസ് തയ്യാറായില്ല. അതുകൊണ്ടാണ് സർവീസ് നടത്താത്തത് എന്നാണ്. എന്തായാലും അതിൽ തയ്യാറായ ഒരു കണ്ടക്ടർക്കും ഡ്രൈവർക്കുമാണ് ഇപ്പോൾ മർദ്ദനമേറ്റിരിക്കുന്നത്. എത്ര സർവീസുകൾ നടന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്? ഈ ഒരു സ്ഥലത്ത് മാത്രം, കളിയിക്കാവിളയിൽ മാത്രമാണോ ഇത്തരം ഒരു അക്രമ സംഭവം ഉണ്ടായത്? കളിയിക്കാവിളയിൽ മാത്രമാണോ? കളിയിക്കാവിളയിലല്ല, ഇത് പാപ്പനംകോടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. കളിയിക്കാവിളയിലേക്ക് പോവുകയായിരുന്നു ബസ്. അതായത് തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് കളിയിക്കാവിളയിലേക്ക് പോകുന്ന വഴിയിൽ പാപ്പനംകോട് വെച്ചായിരുന്നു സംഭവങ്ങൾ തുടങ്ങുന്നത്. പാപ്പനംകോട് വെച്ച് ബസ് സമരാനുകൂലികൾ തടഞ്ഞു നിർത്തി യാത്രക്കാരെ പുറത്തിറക്കി. ഇത് ചോദ്യം ചെയ്തതോടുകൂടിയായിരുന്നു ഈ ഒരു പ്രകോപനം. ശരി, ഒന്ന് തുടരുക ഉമേഷ്. ഇപ്പോൾ നമുക്കൊപ്പം KSRTC ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവർ സജി ചേരുകയാണ്. ശ്രീ സജി, താങ്കൾക്ക് പരിക്കേറ്റിരുന്നോ? എനിക്ക് പരിക്കേറ്റിരുന്നു. എന്താ സംഭവിച്ചത്? നമ്മുടെ യൂണിറ്റ് ഓഫീസർ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളുടെ സർവീസ് വരുന്നത്. അതായത് RTC-യിൽ പോയിട്ട് ചികിത്സ കഴിഞ്ഞ് വന്ന ആൾക്കാർ ഉൾപ്പെടെ കുഞ്ഞു ഉൾപ്പെടെ വണ്ടിയിൽ യാത്രക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരെ കൊണ്ട് പോകാൻ നിർദ്ദേശം തന്നെ നമ്മൾ യാത്രക്കാരെ കൊണ്ട് വരുന്ന വഴിക്കാണ് ഞങ്ങളെ ഒരു പാപ്പനംകോട് ഇപ്പോൾ മുന്നിൽ വെച്ച് പോലീസ് എസ്കോർട്ട് ഉണ്ടായിട്ട് പോലും അവര് നമ്മളെ ആക്രമിച്ചത്. ഡ്രൈവർ സൈഡ് തുറക്കാൻ പാകത്തിനുള്ള ഡോർ ആയതുകൊണ്ടും ഡോർ ലോക്ക് വർക്കാവാത്തത് കൊണ്ടും അവർക്ക് പെട്ടെന്ന് തന്നെ ഡോർ തുറക്കാനും പറ്റി, അതുവഴി എന്നെ ആക്രമിക്കാനും പറ്റി അവർക്ക്. ഇപ്പൊ നമ്മൾ എന്റെ വലത്തെ സൈഡിലെ കൈ, എന്റെ ഷോൾഡർ മുതൽ താഴോട്ട് ഭയങ്കരമായ വേദനയും പ്രശ്നങ്ങളുമാണ്. കാലിലൊക്കെ ഇടിക്കേണ്ട, ശരീരത്തെ മുഴുവൻ ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പോലീസിന് പരിധിയില്ല ഇടപെടുന്നതിനൊക്കെ. അവര് ആളുണ്ടായിരുന്നു. എന്നാലും അവരെക്കാൾ കൂടുതൽ 100ഓളം വരുന്ന ആൾക്കാർ നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്യാനാണ്? അവരെന്നാലും അവരെ കൊണ്ട് പറ്റുന്ന പോലെ അവർ ശ്രമിച്ചു. നിങ്ങൾ BMS-ൽ വിശ്വസിക്കുന്നവരാണോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരാണോ? BMS-ന്റെ പ്രവർത്തകരാണോ? നമ്മൾ അങ്ങനല്ല. നമ്മളൊരു ഞാനൊരു സർക്കാർ KSRTC ഒരു ജീവനക്കാരാണ് ഞാൻ. അപ്പൊ നമ്മളെ സർക്കാർ തന്നെ പറയുന്നുണ്ട് എല്ലാ ജീവനക്കാരും ജോലി ഹാജരാകണമെന്ന് പറയും. അതിനനുസരിച്ച് നമ്മൾ ജോലിക്ക് വന്നത്. അപ്പൊ നമ്മുടെ യൂണിറ്റ് ഉദ്യോഗസ്ഥന് അത് സർവീസ് അയക്കണം ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് അദ്ദേഹം നമ്മുടെ സർവീസ് നിയോഗിച്ചു. അത് സർവീസ് നിയോഗിച്ച് ഞാൻ ജോലി ചെയ്യുന്നതിലാണ് എന്നെ ആക്രമിക്കപ്പെടുന്നത്. ഒരു രാഷ്ട്രീയവൽക്കരണമൊന്നുമല്ല. അവരാണ് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് നമ്മളെ ആക്രമിച്ചിരിക്കുന്നത്. അപ്പൊ അവരെ ധാരണ നമ്മൾ സമരത്തിനെ എതിർക്കുന്നവരാണെന്ന ധാരണയിൽ അവർ നമ്മളെ കൊല്ലാനുള്ള ശ്രമമാണ് നടത്താൻ എനിക്ക് തോന്നുന്നത്. സർവീസ് നടത്തുന്നതാണ് അവരെ കണക്കൂട്ട്. പക്ഷേ സമരക്കാരുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? CIT-കാർ ആരൊക്കെയായിരുന്നു? അവരുടെ കൊടിയിലൊക്കെ CIT എഴുതിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അവർ ആരൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. അവരെല്ലാം കണ്ടലറിയാവുന്ന ആൾക്കാരെ മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. ഇപ്പൊ നിങ്ങൾ ആശുപത്രിയിലാണോ ഉള്ളത്? ഇപ്പൊ ഹോസ്പിറ്റലിലാണോ ഉള്ളത്? ഡോക്ടർ എന്താണ് പറഞ്ഞത്? ഇപ്പൊ എക്സ്റേ റൂമിലാണോ ഉള്ളത്? അതാണ് ഡോക്ടറെ കാണാനിരിക്കുന്നു. ഇതിൽ ഇനി എന്താണ് നിങ്ങളുടെ നീക്കം? പരാതി കൊടുക്കാനോ അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ? അതുമായി മുന്നോട്ട് പോകാൻ ഇപ്പൊ എനിക്കത് പറയാൻ കഴിയില്ല. എന്റെ ശാരീരികാവസ്ഥ എന്താണ് ഡോക്ടർ തീരുമാനിച്ച് പറഞ്ഞാൽ മാത്രമേ എനിക്ക് കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പൊ നിലവിൽ ഡോക്ടർ അഭിപ്രായം വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഇവിടെ എക്സ്റേ റൂമിലാണ് ഇപ്പോൾ ഉള്ളത്. ശരി, ഈ കണ്ടക്ടർക്ക് പരിക്കേറ്റിരുന്നല്ലോ, അദ്ദേഹത്തിന്? കണ്ടക്ടർക്ക് പരിക്കുണ്ട്. കണ്ടക്ടറെ ഇടതുവശത്ത് അവര് കൊടി ഉപയോഗിച്ച് അടിച്ചതിന്റെ ഭാഗമായിട്ട് പുള്ളിക്ക് മുറിവുണ്ട്. പിന്നെ ഈ ഒരു കോവിഡ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും വളരെ ശക്തമായ തുപ്പുകയൊക്കെ ചെയ്തു. അത് ശരീരം തുപ്പലൊക്കെ ചെയ്തു. അവർ അടിക്കുകയൊക്കെ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് പുള്ളിയുടെ കൈ പരിക്കുണ്ട്. ഇടതുവശത്ത് ചെവിട്ടിന് പുറമെ പരിക്കുണ്ട്. കമ്പെന്ന് ഉദ്ദേശിച്ചാൽ കൊടി പിടിച്ചേക്കുക, കൊടി വെച്ച് അടിക്കുക. കൊടിമരം ആ കൊടി വെച്ച് അടിക്കുന്നത് നമ്മളെ. ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ, രോഗികൾ, കുട്ടികൾ തുടങ്ങിയവരാണെന്ന് പറഞ്ഞല്ലോ. അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർക്ക് നേരെ ആക്രമണം ഉണ്ടായോ? അതിൽ ഒരു യാത്രക്കാരിക്ക് പരിക്കുറ്റി ഞാൻ കണ്ടായിരുന്നു. അവര് ശരിക്കും തളർന്നിട്ട് ഞങ്ങളെ കൂടെ ഡിപ്പോയ്ക്കുള്ളിൽ അവരവിടെ തളർന്ന് കിടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അവരവസ്ഥ ഇപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. യാത്രക്കാരുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് പറയത്തില്ല. ശരി ശരി, വളരെ നന്ദി സജി ഞങ്ങളോട് സഹകരിച്ചതിന്. ഉമേഷ് തുടരുന്നുണ്ട്. ഉമേഷ്, യാത്രക്കാർ, രോഗികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു.
അതിനുശേഷവും ആക്രമണം അവർക്ക് നേരെയും ആക്രമണം ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. പോലീസിന്റെ എസ്കോർട്ടോട് കൂടി പോയ വാഹനത്തിനാണ് ഈ ഗതി ഉണ്ടായിട്ടുള്ളത്. മറ്റ് അക്രമ സംഭവങ്ങൾ അങ്ങനെ സർവീസ് നടത്തിയ ഇടങ്ങളിലൊക്കെയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ വലിയ, അതായത് രാവിലെ മാത്രം ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു രാവിലെ സർവീസുകൾ നടത്തിയത്. KSRTC MD ഇത്തരത്തിൽ സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക സർവീസുകൾ നടത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ സർക്കാർ ഓഫീസുകളിലേക്ക് യാത്രക്കാരുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നടത്താത്തത്. കൂടാതെ ഡിപ്പോയിൽ നിന്ന് വാഹനം എടുക്കുന്നത് സമരാനുകൂലികൾ പല സ്ഥലങ്ങളിലും തടഞ്ഞു. അതുകൊണ്ട് ഡിപ്പോയിൽ നിന്ന് വാഹനം എടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു പരാതി KSRTC ഡിപ്പോ അധികാരികൾ മേലധികാരികൾക്ക് നൽകിയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം തമ്പാനൂരടക്കം ഇത്തരം പ്രശ്നമുണ്ട്. അതായത് തമ്പാനൂർ ഡിപ്പോയിൽ നിന്ന് വാഹനം പുറത്തേക്ക് ഇറക്കാൻ KSRTCയിൽ തന്നെ തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ സമ്മതിച്ചില്ല എന്നുള്ള ഒരു പരാതി പറയുന്നുണ്ട്. എന്തായാലും അത്തരത്തിൽ KSRTCക്ക് പുറത്ത് റോഡിൽ വെച്ച് തടഞ്ഞ ആൾക്കാരെ ഇറക്കി ഈ മർദ്ദനം നടത്തുകയും ചെയ്ത ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും പല വാഹനങ്ങളും പുറത്തിറക്കാൻ കഴിയാതെ അല്ലെങ്കിൽ സർവീസ് നടത്താനാകാതെ അകത്ത് തന്നെ നിർത്തുന്ന സാഹചര്യം തുടരുക. ഉമേഷ്, ഇപ്പോൾ നമുക്കൊപ്പം KL രാജേഷ്, BMS KSTES ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാജേഷ്, എങ്ങനെയാണ് ഈ ബസ്സിന് നേരെ ഉണ്ടായ സമരാനുകൂലികളുടെ അക്രമം ഉണ്ടായി എന്ന വാർത്ത, വിവരങ്ങൾ, താങ്കൾക്ക് ലഭിച്ച വിവരങ്ങൾ എന്താണ്? തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ തമിഴ്നാട് ഭാഗത്തേക്ക് പോകേണ്ട ധാരാളം യാത്രക്കാർ വന്ന് അതിനൊപ്പം RCC ചികിത്സയ്ക്ക് പോയി മടങ്ങി വന്ന ആളുകളും ബസ് സൗകര്യമില്ല, എന്തെങ്കിലും ഒരു സൗകര്യം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചതിന് പ്രകാരമാണ് കളിയിക്കുള്ള ഭാഗത്തേക്ക് ഒരു ബസ് സർവീസ് ആയിട്ട് അയച്ചത്. അത് പോലീസിനോ അപ്പോൾ തന്നെ ഇൻഫോം ചെയ്തിട്ടാണ് സർവീസ് അയച്ചത്. പക്ഷെ വളരെ മൃഗീയമായിട്ട് ഇന്ന് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന ജീവനക്കാരെ സഹിതം പാപ്പനംകോട് വെച്ച് ബസ്സിനകത്ത് കയറി മർദ്ദിച്ചു. കൊടി കെട്ടിയ കമ്പുകൊണ്ടും എല്ലാം മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ ഈ സമരാനുകൂലികൾ വെല്ലുവിളിച്ചിരിക്കുന്നത് KSRTC തൊഴിലാളികളെ, പൊതുജനങ്ങളെ എന്നുള്ളതല്ല, ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ അവസരം നൽകണമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ബസ്സിനകത്ത് കയറി മർദ്ദിച്ചെന്ന് മനസ്സിലാക്കുന്നത്. ഇതിന് പോലീസിന്റെ തികഞ്ഞ ഒത്താശയുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പോലീസിന്റെ കൺമുന്നിൽ വെച്ച് ആക്രമിച്ചിട്ടും ആ 9 അക്രമകാരികൾ അക്രമം അഴിഞ്ഞാടിയിട്ടും ഒരാളെ പോലും ഇതുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിനെ മാനിച്ചുകൊണ്ട് സർവീസ് പോയ ജീവനക്കാരെയും യാത്രക്കാരെയും മർദ്ദിച്ചത്. അത് ഈ ഗവൺമെന്റ് വളരെ കാര്യക്ഷമമായിട്ട് ഇടപെടാത്തതുകൊണ്ടും ഗവൺമെന്റിന്റെ ഒത്താശയുണ്ടെന്നും ഞങ്ങൾ സംശയിക്കുന്നു. ശരി, വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. KL രാജേഷാണ്. അദ്ദേഹം BMSന്റെ KSTES ജനറൽ സെക്രട്ടറി കൂടിയാണ്. പോലീസിന്റെ ഒത്താശയോടുകൂടിയാണ് സമരാനുകൂലികൾ അക്രമം അഴിച്ചുവിട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉമേഷ് തുടരുന്നുണ്ട്. ഉമേഷ്, പോലീസ് എസ്കോർട്ടോട് കൂടി പോയ വാഹനമാണ്. നേരത്തെ ഡ്രൈവർ സംസാരിച്ചപ്പോഴും പറഞ്ഞത് പോലീസുണ്ട്, പക്ഷേ ഇത്രയധികം സമരാനുകൂലികൾ വരുമ്പോൾ പോലീസിനൊന്നും ചെയ്യാനായില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ BMS ഒന്നുകൂടി കടുപ്പിക്കുന്നു. പോലീസിന്റെ കൂടി ഒത്താശയോടുകൂടിയാണ് ആക്രമണം നടന്നതെന്ന് പറയുന്നു. ഇവരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാകുന്ന അനാസ്ഥയല്ലേ? ജീവനക്കാർ ഉത്തരവ് ഡയസ്നോണൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ജീവനക്കാർ ജോലിക്ക് എത്തുകയും അങ്ങനെ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തത്. അവർക്ക് സുരക്ഷ ഒരുക്കേണ്ടത് ഉത്തരവാദിത്തമായിരുന്നല്ലോ പോലീസിന്റെ. തീർച്ചയായും പോലീസിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ പോലീസ് എസ്കോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ വലിയ ആൾക്കൂട്ടം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ഇവരെ ആക്രമിച്ചിരുന്നു. സമരാനുകൂലികൾ അവരെ ആക്രമിച്ചിരുന്നു. സ്വാഭാവികമായ പോലീസിനെ, ആ തുച്ഛമായ പോലീസിനെ കൊണ്ട് തടഞ്ഞു നിർത്താൻ കഴിയാത്തതോ അല്ലെങ്കിൽ അത് കൃത്യമായി ഇടപെടാത്തതോ ആയിരിക്കും. എന്തായാലും ഇക്കാര്യത്തിൽ മറ്റു പല സ്ഥലങ്ങളിലെയും അക്രമ സംഭവങ്ങൾ നടത്തുന്നതിൽ പലപ്പോഴും പോലീസ് നിഷ്ക്രിയരായി നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു, ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല. സ്വാഭാവികമായി ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളുടെ മൊഴികൾ അല്ലെങ്കിൽ നേരത്തെ ഡ്രൈവർ സജി പറഞ്ഞതുപോലെ അവർക്ക് ചെയ്യാൻ കഴിയാത്തത് എന്നാണ് അദ്ദേഹം ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ അനുഭവിച്ച ആൾ പറഞ്ഞത്. പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. നിരവധി പേർ ആളുകൾ ഒന്നിച്ചു വരികയാണ് ഉണ്ടായത് എന്നാണ്. തൽക്കാലം മറ്റ് ദൃശ്യങ്ങളൊന്നും പുറത്തു വരാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇത് വിശ്വസിക്കേണ്ടി വരും. എന്തായാലും കാരണം പരാതിക്കാർ അല്ലെങ്കിൽ നേരത്തെ അനുഭവിച്ചത് തന്നെ അങ്ങനെയാണ് പറയുന്നത്. മറ്റു സ്ഥലങ്ങളിലെ കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ യൂണിയൻ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആരോപണം കൂടിയാകാം. എങ്കിലും സ്വാഭാവികമായി ഈ വാഹനത്തിന് സുരക്ഷ ഒരുക്കേണ്ട പോലീസ്, വാഹനത്തിനും അതിനെ ജീവനക്കാർക്കും സുരക്ഷ ഒരുക്കേണ്ട പോലീസ് അത് ഒരുക്കിയില്ല എന്നുള്ള കാര്യത്തിൽ അവർക്ക് മർദ്ദനമേറ്റ സാഹചര്യത്തിൽ നമുക്ക് പറയാനാകും. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.
പാലക്കാട് പാടൂർ KSEB ഓഫീസിൽ ജോലിക്കെത്തിയവരെ സമരക്കാർ മർദ്ദിച്ചുവെന്ന് പരാതി. അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം 8 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, എന്താണ് സംഭവിച്ചത്? രേണുക, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയായിരുന്നു ഈ സംഭവം നടന്നത് പറയുന്നത്. സമരക്കാർ ഇവിടെ KSEB ഓഫീസിലെ ജീവനക്കാർ അവിടെ പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് സമരക്കാർ ഓഫീസിൽ കയറുകയും ഓഫീസിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകളെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് പരാതി. ഇവരെ ഇപ്പോൾ ആലത്തൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KSEB ഓഫീസിലെ സാധനങ്ങളെല്ലാം തന്നെ അവിടുത്തെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ളവ അടിച്ചു തകർത്തതായും പരാതിയുണ്ട്. ശരി, എന്തായാലും കോടതി ഉത്തരവ്, അതിനെ തുടർന്നുള്ള സർക്കാർ ഉത്തരവിറക്കിയതും ഒക്കെ അനുസരിച്ച് ജോലിക്കെത്തിയവർക്ക് സമരക്കാരുടെ ഭാഗത്തു നിന്നും മർദ്ദനമാണ് ഉണ്ടാകുന്നത്. അവരെ ജോലി ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ട്. ഒപ്പം സുരക്ഷ ഒരുക്കേണ്ട പോലീസ് പലയിടത്തും നിഷ്ക്രിയമാകുന്നു എന്ന പരാതിയും ഉയരുകയാണ്. മറ്റു വാർത്തകളിലേക്ക് കൂടി. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെയും സംവിധായകൻ ബാലചന്ദ്രകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ബാലചന്ദ്രകുമാറിനെ ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തി. രാവിലെ 10:30യോടെയാണ് ദിലീപിന്റെ ചോദ്യം ചെയ്യൽ പുനരാരംഭിച്ചത്. ഇന്നലെ ദിലീപിനെ അന്വേഷണ സംഘം 7 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു. അതേസമയം കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. MS അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, എപ്പോഴായിരിക്കും ബാലചന്ദ്രകുമാറുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ആരംഭിക്കുക? രേണുക, ഏതാണ്ട് 10:30 ദിലീപിനെ ചോദ്യം ചെയ്യാനായി ആലുവ പോലീസ് ക്ലബിലേക്ക് വിളിപ്പിച്ചത്. ഇതിനുശേഷം ADGP S. ശ്രീജിത്ത് അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എത്തിയിരുന്നു. ഇതിനുശേഷം ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു. ചോദ്യം ചെയ്യൽ ഏതാണ്ട് 3 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് സംവിധായകൻ ബാലചന്ദ്രകുമാറിനെ പോലീസ് ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയ ആളാണ് ബാലചന്ദ്രകുമാർ. ബാലചന്ദ്രകുമാറിൻ്റെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെയും മൊഴികൾ വെവ്വേറെ നേരത്തെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇരുവരെയും മുഖാമുഖം ഇരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ ഇതാദ്യമായാണ്. അല്പസമയത്തിനകം ഈ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിലീപ് 2 ദിവസമായി ആവർത്തിക്കുന്നത് തനിക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു അറിവുമില്ല, ഇത്തരം തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ താൻ ഇടപെട്ടിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ്. എന്നാൽ വാട്സാപ്പ് ചാറ്റുകളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് ദിലീപിനെ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. എന്തായാലും ബാലചന്ദ്രകുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും ഒപ്പം നടിയെ ആക്രമിച്ച ശേഷം പൾസർ സുനി കൈക്കലാക്കിയ ദൃശ്യങ്ങൾ പിന്നീട് ദിലീപിന് ലഭിക്കുകയും ദിലീപ് അത് കാണുന്നത് താൻ ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു എന്നുമാണ് ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. എന്തായാലും ഇക്കാര്യങ്ങൾ ഇരുവരുടെയും സാന്നിധ്യത്തിൽ ചോദിച്ചറിയും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ദിലീപിന്റെ സുഹൃത്തായ ശരത്തിനെ കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് ഈ വീഡിയോ ദൃശ്യങ്ങൾ എത്തിച്ചു നൽകിയത് ശരത് ആണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനാണ് ശരത്തിനെ ചോദ്യം ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ശരത്തിന്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നുവെന്ന് ബാലചന്ദ്രകുമാർ പറയുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മൊഴിയെടുപ്പിനായി ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് ശരത്തിനെ ചോദ്യം ചെയ്യുന്ന ഇടത്തേക്ക് കൂടി ബാലചന്ദ്രകുമാറിനെ എത്തിക്കുമോ എന്ന സംശയം ഈ ഘട്ടത്തിലുണ്ട്. എന്തായാലും ദിലീപുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, ദിലീപുമായി ബന്ധപ്പെട്ട് തനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇവയൊക്കെയാണ് ഇപ്പോൾ ബാലചന്ദ്രകുമാറിനെ പോലീസ് ദിലീപിന്റെയും ബാലചന്ദ്രകുമാറിനെയും ഒരുപോലെ ഇരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രേണുക. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ സ്റ്റേഡിയം ലിങ്ക് റോഡിലെ ടാറിംഗ് കണ്ടാൽ ആരും ഒന്ന് ഞെട്ടും. വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ ഭാഗം മാത്രം ഒഴിവാക്കി കൊച്ചി കോർപ്പറേഷന്റെ കീഴിലുള്ള റോഡിന്റെ ടാറിംഗ് നടത്തിയിരിക്കുന്നു. പ്രദേശവാസികളുടെ കാറുകളാണ് പാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് അറിയിച്ചെങ്കിലും ഇവ മാറ്റാതെ ടാറിംഗ് നടത്തി തൊഴിലാളികൾ മടങ്ങി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കൊച്ചി മേയർ M. അനിൽകുമാർ പറഞ്ഞു. സിജോ വി. ജോൺ ചേരുന്നു വിവരങ്ങളുമായി. സിജോ, ഈ ടാറിങ്ങിന്റെ ദൃശ്യം കണ്ടാൽ തന്നെ അറിയാം വലിയ അനാസ്ഥയോടെയാണ് ആളുകൾ അതിനെ സമീപിച്ചിരിക്കുന്നത്, ജോലിക്കാർ അതിനെ സമീപിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ മേയറുടെ പ്രതികരണം ഉൾപ്പെടെ വരുന്നു. എന്താണ് അതിൽ പോംവഴി പരിഹാര മാർഗങ്ങൾ തേടുന്നത് എങ്ങനെയാണ്? തുടർ നടപടികൾ ഉണ്ടായിരിക്കും. നമ്മൾ 1 മണിക്കാണ് ഈ വാർത്ത കൊടുത്തത്. അതിനുശേഷം മേയറുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഉടൻ തന്നെ ഇതിന്റെ നടപടികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞു. ഉടനെ തന്നെ ജീവനക്കാർ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന്റെ ടാറിംഗ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇത്തരത്തിൽ ഈ
ഈ വശം റോഡ് ടാർ ചെയ്തിരുന്നത്. ഈ പ്രദേശത്ത് കാറുകളും അതോടൊപ്പം തന്നെ ടെമ്പോ ട്രാവലർ ഉൾപ്പെടെ കിടക്കുന്നുണ്ടായിരുന്നു. ട്രാവലറൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. പക്ഷെ കാർ എന്ന് പറയുന്നത് തൊട്ട് സമീപമുള്ള ആളുകളുടെ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ജോലിക്കെത്തിയ ആളുകൾ ഈ കാർ ഇവരുടെ ആണോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ സമീപമുള്ള ആളുകളുടെ ആണ് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അടുത്ത ദിവസം അവർ കാണുന്നത് ഈ വാഹനങ്ങളുടെ ഭാഗം മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയിടങ്ങളിൽ ടാർ ചെയ്തതിന് ശേഷം പോയിക്കെന്നുള്ളതാണ്. ഈ വാർത്ത നമ്മൾ ഉൾപ്പെടെ കൊടുത്തതിന് ശേഷമാണ് ഇത്തരത്തിലൊരു നടപടികളിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചതെന്നുള്ളത് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്ന ആളുകളോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. അതായത് ഞാനല്ല ആളിന്റെ ഇതിന്റെ ഞാനല്ല അല്ല ഞാനല്ല അവരാണ്. ഞാൻ വന്നോളൂ ആശിഷ് പൈനാ. ഞങ്ങൾക്കറിയില്ല. ഞാൻ ആളല്ല എന്റെ മക്കള് ഫോണില് മക്കളെടുക്കല ഓക്കെ, നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. കൂട്ടത്തിൽ തന്നെയുള്ള ആളാണ്. പക്ഷേ അവരതിനെക്കുറിച്ച് അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല. ഇതിന്റെ കരാർ ഏറ്റെടുത്ത ആളുകളോട് തന്നെ ചോദിച്ചു നോക്കാം എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന്. ചേട്ടാ, ഇത് നമ്മൾ കണ്ടിരുന്നു, ഇത് വാഹനത്തിൽ മാത്രം ഒഴിവാക്കിയിട്ടാണ് സംഭവിച്ചത്. ഇത് ഈ വാഹനങ്ങൾ എടുത്ത് മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചില്ല. ഇത് വാഹനങ്ങൾ ആരുടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നു. ആരുടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ കൗൺസിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൗൺസിലർ വന്നാൽ ഒന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ച്. ഞങ്ങളിവിടെ ടാറിങ് വന്ന സമയത്താണ് വണ്ടി കിടക്കണ കാണുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ക്ലീനിങ് വന്ന സമയത്ത് ഞങ്ങൾ കൗൺസിലറെ ഇവിടുത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. എന്നിട്ട് കൗൺസിലർ അതിൻ്റെ മാറ്റു നടപടി ഒന്നും പുള്ളി എടുത്തില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ പുള്ളി പറയണം സ്റ്റേഷനിൽ റിപ്പോർട്ട് കൊടുക്കണം, എന്നാലേ വണ്ടി മാറ്റാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. ഞങ്ങൾക്ക് ആ ഒരു സമയത്ത് ഞങ്ങളുടെ കയ്യിൽ വേറെ വാഹനങ്ങളൊന്നും ലഭ്യമില്ലാത്തതുകൊണ്ട് അന്ന് നമുക്കത് മാറ്റാൻ പറ്റിയില്ല. ഞായറാഴ്ച വൈകിട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്ന വണ്ടി മാറ്റിയിട്ട്. അപ്പോഴത്തേക്ക് ഞായറാഴ്ച മഴ ആയതുകൊണ്ട് 2 ദിവസം കൂടെ വീണ്ടും പെൻഡിങ് ആയിപ്പോയി. അല്ലെങ്കിൽ ഞായറാഴ്ച വൈകിട്ട് ക്ലിയർ ചെയ്ത് ഞങ്ങൾ പോകേണ്ട കേസായിരുന്നു. അതങ്ങനെ മഴയുടെ പ്രശ്നം അതുകൊണ്ടാണ് കൂടുതൽ ഡിലേ വന്നു പോയത്. അല്ലെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. അർത്ഥം നമ്മൾ കാണുന്ന നേരത്തെ പലയിടങ്ങളിലൊക്കെ ഈ പോസ്റ്റുകളൊക്കെ അങ്ങ് നിർത്തിക്കൊണ്ട് വർക്ക് ചെയ്യാറുണ്ട്. വാഹനങ്ങൾ പക്ഷേ നീക്കം ചെയ്തിട്ട് തന്നെ വണ്ടി എല്ലാം ലോക്കായിരുന്നു. നമ്മൾ സ്വന്തം നില ലോക്ക് പിടിച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലെന്ന് പറഞ്ഞാൽ രാത്രി 1 മണി സമയത്ത് ഇവിടെ ടാർ ചെയ്യാൻ വന്നെ. അപ്പോൾ അതുകൊണ്ട് കൗൺസിലറെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കൗൺസിലറെ പിറ്റേ ദിവസം കോൺടാക്ട് ചെയ്തപ്പോൾ കൗൺസിലർ പറഞ്ഞ ലോക്ക് നിങ്ങൾ പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല, പൊട്ടിച്ച് വണ്ടി മാറ്റിക്കോ, കുഴപ്പമില്ല എന്നുള്ള പുള്ളി പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല വന്നത്. അതുകൊണ്ടാണ് അപ്പോൾ അന്ന് ഞായറാഴ്ച വൈകിട്ട് വീണ്ടും മഴയായി പോയത്. പിന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്നായിപ്പോയത്. അല്ലെങ്കിൽ ഞായറാഴ്ച തന്നെ ഞങ്ങൾ ചെയ്ത് തീർന്നു. അല്ലെങ്കിൽ കൗൺസിലർ അന്നേ ഇത് നിങ്ങൾ ലോക്കുള്ള വണ്ടി ലോക്ക് പൊട്ടിച്ച് മാറ്റിക്കോ എന്നൊരു വാക്ക് പറഞ്ഞാലും ഞങ്ങൾ അന്നേ ചെയ്തു പോയേനെ. പക്ഷെ പുള്ളി അങ്ങനെ ഒരു ഉറപ്പിച്ച ഒരു നിലപാട് പറയാത്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് അന്ന് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്. അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് തന്നെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം, ഒരു ആശയ കൺഫ്യൂഷൻ, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നുകൊണ്ടുള്ള ഒരു മിസ്റ്റേക്കേ പറ്റില്ല. അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് കൗൺസിലറുണ്ട് ഇവിടെ, നമുക്ക് കൗൺസിലറോട് ചോദിക്കാം. കാരണം അദ്ദേഹം പറയുന്നത് കൗൺസിലറോട് ഈ വിവരം അറിയിച്ചിരുന്നു എന്നാണ്. കൗൺസിലർ പ്രതികരണം നമുക്ക് തേടാം. ചേട്ടാ, ഇവിടുത്തെ കൗൺസിലറാണല്ലോ. ഇത് എന്തുകൊണ്ടാണ് ഇതിന് സംഭവിച്ചത്? കരാറുകാരൻ പറയുന്നത് കൗൺസിലറെ ഇൻഫോം ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കരാറുകാരൻ കൗൺസിലറെ ഇൻഫോം ചെയ്തത് ടാറിങ് നടക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു കോൺട്രാക്ടറല്ല വിളിച്ചത്, ഇവിടുത്തെ സൂപ്പർവൈസറാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് 4 വാഹനങ്ങൾ അവിടെ ഉണ്ട്, അത് മാറ്റണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെയാണെങ്കിലും ഞാൻ ആരോടെ പറയേണ്ടതെന്ന് വെച്ചപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനത്തെ വർക്ക് നടക്കുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ NOC എടുക്കണം. ഈ NOC എടുത്തതിന് ശേഷം അവരോട് പറഞ്ഞാൽ അത് ഇന്ന വണ്ടി നമ്പറുകളിലെ വണ്ടികൾ അവിടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അവർ മാറ്റും. പക്ഷെ അവർ ഇതുവരെ NOC പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടില്ല. അതുപോലെ ഇതേപോലെ ടാർ ചെയ്യുമ്പോൾ കോൺട്രാക്ടർ എന്നെ അറിയിക്കണമായിരുന്നു, ഇന്ന ദിവസം ഇന്ന സമയത്ത് ടാറിങ് നടക്കും. പക്ഷെ എന്നെ അറിയിച്ചിട്ടില്ല. ഞാനിതെല്ലാം ഈ കേരള കൗമുദി മനോരമ പത്രത്തിൽ അറിയുമ്പോഴാണ് ഇത്രയും വിവാദമായ രീതിയിൽ ഇങ്ങനെ ടാറിങ് നടക്കുന്ന അറിയണം. ഈ വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുന്നേ അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്ന ദിവസം ടാർ ചെയ്യുമെന്ന് കൗൺസിലർ അറിയിക്കണ്ടേ? ഒരു കൗൺസിലർ ജനപ്രതിനിധി നിലയിൽ എന്നെ അറിയിച്ചിട്ടില്ല. താങ്കളെ ഇത് അറിയിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ടാർ ചെയ്യുമെന്ന് പറഞ്ഞത്, പക്ഷെ എന്ന് ചെയ്യുമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അത് ഇന്ന രാത്രി ചെയ്യുമെന്ന് എന്നോട് പറയണമല്ലോ. അത് അധികാരികളുടെ ഭാഗത്ത് തന്നെ അറിയിച്ചിട്ടില്ല, കോൺട്രാക്ട് തന്നെ അറിയിച്ചിട്ടില്ല. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരം വാഹനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്ട് ഏറ്റെടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് പോലീസിന് ഇൻഫോം ചെയ്ത് മാറ്റേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെയാണ് സാധാരണ നിലവിൽ പ്രൊസീജിയർ അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയ റോഡ് ടാർ ചെയ്യുമ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് NOC എടുക്കണം. NOC എടുത്തതിന് ശേഷമാണ് ഇന്ന വാഹനങ്ങൾ തടസ്സം നിൽക്കുന്നു അറിഞ്ഞിട്ട് വേണം അവരോട് പറഞ്ഞാൽ അവരത് മാറ്റുള്ളൂ. കാരണം അവർക്കറിയാൻ പറ്റുള്ളൂ വേറെ വ്യത്യാസം ഉണ്ടെന്നോ. പക്ഷെ ഇത് അധികാരികളുടെ ഇടയിലും പോലീസ് അധികാരികളുടെ ഇടയിലും
ഒരു കൗൺസിലർ എന്ന നിലയും എന്നെ അറിയിച്ചിട്ടില്ല. പക്ഷെ ഇവര് ഇപ്പോ ഇത്രയും വിവാദമായപ്പോൾ അവര് കൗൺസിലറെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുക ഒരു മുടന്തനായോണത്. കാരണം അവര് ഭാഗം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതാണ്. ന്യൂസ് 18 1 മണിക്കാണ് ഈ വാർത്ത ലൈവ് കൊടുക്കുന്നത്. അതിനുശേഷം മേയർ ഉൾപ്പെടെയുള്ള പ്രതികരണം തേടിയിരുന്നു. മേയർ അടിയന്തരമായി തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ന്യൂസ് 18 വാർത്ത പുറത്തു വന്ന് 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇതിന്റെ ജോലി പൂർത്തിയാക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെ കിടന്ന വാഹനങ്ങൾ തൊട്ടപ്പുറത്തേക്ക് മാറ്റിയിട്ടതായി കാണാം. അതിൽ 2 വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലല്ല. കാരണം ആ വാഹനങ്ങൾ മാസങ്ങളായി ഇവിടെ കിടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില ഷോപ്പുകൾ അല്ലെങ്കിൽ തട്ടുകട പോലെയുള്ള അത്തരം കടകളൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു വാഹനമാണ്. അത് റണ്ണിങ് കണ്ടീഷനില്ല. പക്ഷേ അതിനോട് ചേർന്ന് മുന്നിൽ കിടക്കുന്ന ആ കാറ് ഈ വീടിന്റെ തൊട്ടുപുറയിലുള്ള ആള് തന്നെയാണ്. നമ്മൾ ഈ കാണുന്ന ഈ വാഹനത്തിന് സമീപം കിടക്കുന്ന വീട്ടിലുള്ള ആളാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഈ കരാറുകാരൻ ഇത് ഏറ്റെടുക്കാൻ വന്ന സമയത്ത് അവരോട് ചോദിച്ചിരുന്നത് എവിടെയുള്ള വാഹനമാണ്, അല്ലെങ്കിൽ ഇത് ആരുടെ വാഹനമാണ് ചോദിച്ചത്. അപ്പോൾ സമീപമുള്ള വീട്ടിലെ വാഹനം തന്നെയാണ് എന്നത് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ നമ്മൾ വാർത്ത നൽകിയതിന് ശേഷമാണ് ഈ വാഹനം മാറ്റിയിട്ടിരിക്കുന്നത്. ഇതിന്റെ ഇത് ലോക്ക് ചെയ്ത നിലയിൽ തന്നെയായിരുന്നു ഈ വാഹനങ്ങൾ ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ ലോക്ക് പൊളിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇങ്ങോട്ട് ഇപ്പോൾ മാറ്റിയിട്ടിരിക്കുന്നത്. ഈ കാറാണ് തൊട്ട് സമീപമുള്ള ആളുടെ ആണെന്നാണ് നമുക്ക് ഉച്ചയ്ക്ക് ഈ വീട്ടിലുള്ള ആൾ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. ഇത് റണ്ണിങ് കണ്ടീഷനുള്ള വണ്ടിയാണ്. പക്ഷേ അതിന് പിന്നിൽ കിടക്കുന്ന വണ്ടി റണ്ണിങ് കണ്ടീഷനല്ല. ഒരു പക്ഷേ കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു വർക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഈ വാഹനം ആ സ്ഥലത്ത് നിന്ന് മാറ്റിയതിന് ശേഷം ഇവിടെ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഈ വർക്ക് പൂർണ്ണമായും ചെയ്യേണ്ടതാണ്. എന്തായാലും 2-3 ദിവസമായിരിക്കുന്നു ഈ ജോലി. എന്തായാലും ന്യൂസ് 18 വാർത്ത വന്ന 2 മണിക്കൂറിനകം തന്നെ അതിന് പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ടാറിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഒഴിവാക്കിയ സ്ഥലങ്ങൾ കൂടി വാഹനങ്ങൾ മാറ്റി ടാർ ചെയ്യുന്ന നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്. പണിമുടക്ക് ദിനത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ളൊരു കാഴ്ച വി വിനോദിന്റെ റിപ്പോർട്ടിലേക്ക്. പണിമുടക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പേരൂർക്കട എത്തിയത്. പേരൂർക്കട വെച്ച് ഞങ്ങൾ ഒരാളെ കണ്ടുമുട്ടി. ആയുർവേദ കോളേജ് ആശുപത്രിയിലെ അറ്റൻഡറാണ്, സർക്കാർ ജീവനക്കാരിയാണ്. ശുഭ എന്നാണ് പേര്. നെടുമങ്ങാട് സ്വദേശിയാണ്. വാഹനമില്ലാത്തതുകൊണ്ട് നെടുമങ്ങാട്ടത്തെ വീട്ടിൽ നിന്ന് ആയുർവേദ കോളേജ് വരെ നടക്കുന്നു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ കാണുമ്പോൾ ഈ കടവരാന്തയിൽ ഇരിക്കുകയായിരുന്നു. നെടുമങ്ങാട് മുതൽ പേരൂർക്കട വരെ 11 കിലോമീറ്റർ ഉണ്ട്. ഈ 11 കിലോമീറ്റർ രാവിലെ മുതൽ വീട്ടിൽ നിന്ന് ഇതുവരെ നടന്നു എന്നാണ് പറയുന്നത്. ഇനി ഉച്ചയ്ക്ക് 1:30 ഡ്യൂട്ടിയിൽ പ്രവേശിക്കണം. ഇവിടെ നിന്നും നടന്നു പോകുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഇത്രയും ദൂരം നടന്നത്? വാഹനമില്ല, ഡ്യൂട്ടിക്ക് ഹാജരായേ പറ്റുള്ളൂ. ഡയസ്നോം പ്രഖ്യാപിച്ചതുകൊണ്ട് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അവർ റദ്ദാക്കും. സർവീസ് ബുക്കിൽ അത് പ്രശ്നമാവും. അതുകൊണ്ട് ഒരു ജോലി കിട്ടിയത് തന്നെ വലിയ കഷ്ടപ്പെട്ടാണ്. അപ്പോൾ അത് ഇല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്ഥിരം ജീവനക്കാരിയാണോ അതോ താൽക്കാലിക? സ്ഥിരം ജീവനക്കാരിയാണ്. എത്ര കാലമായി ജോലി കിട്ടിയിട്ട്? എത്ര വർഷമായി. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണോ ജോലി? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി കിട്ടിയത്. ഈ ഒരു ദിവസത്തെ ശമ്പളവും ആനുകൂല്യമല്ലേ പോവുള്ളൂ, പിന്നെ എന്തിനാണ് ഇത്രയും നടക്കുന്നത്? അത് പ്രശ്നമാണ്. ജോലിക്ക് പിന്നെ പ്രശ്നം നമ്മൾ എംപ്ലോയ്മെന്റ് വഴി വന്നതല്ലേ. അതുകൊണ്ട് പിന്നെ എന്തായാലും നടന്നായാലും നമ്മളെ ഡ്യൂട്ടിയാണ് വലുത് എന്ന് വിചാരിച്ച് വന്നതാണ്. ഈ ഓട്ടോ പിടിച്ച് വരാനുള്ള പൈസയൊന്നുമില്ല കയ്യിൽ? ഓട്ടയൊന്നും വിടത്തില്ലല്ലോ അവര്. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അവിടെ നിന്നുള്ള കൂട്ടുകാരികളോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടിലെ മക്കളും ഭർത്താവും ഞാനും. അവർക്കൊന്നും വാഹനമില്ല? മകൾക്ക് ഒരു ചെറിയ വാഹനമുണ്ട്. അത് എടുക്കാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടാണ്. എന്ത് വാഹനമാണ്? 2 വീലറാണ്. പക്ഷേ തിരിച്ചു വരുമ്പോൾ സമരക്കാരെങ്കിലും പെൺകുട്ടിയല്ലേ തടഞ്ഞു നിർത്തുകയും ചെയ്താൽ അത് ബുദ്ധിമുട്ടാണ്. എങ്കിൽ ഇത്രയും ദൂരം നടക്കുക എന്ന് പറയുന്നത് അത് ഈ വേനൽക്കാലത്ത് നടക്കുന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ലേ? ദൈവം കൂടെ ഉണ്ട്. ഈ ചേച്ചി പറയുന്നത് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നു, കാരണം നടന്നു വന്നു എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും ഇനി കൂടുതൽ ദൂരം നടക്കണ്ട, ഞങ്ങളുടെ വണ്ടിയിൽ ആയുർവേദ കോളേജ് വരെ ആക്കി കൊടുക്കാം. ഞങ്ങളുടെ കാറിൽ
സമരത്തിന് അതിൻ്റേതായ ന്യായങ്ങളുണ്ട്. ആ വാദങ്ങളെ പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നു. പക്ഷേ യാത്രാക്ലേശം അത് വലിയ പ്രതിസന്ധി തന്നെയാണ്. ബിപിൻ മുരളിക്കൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കരിന്തണ്ടൻ ദൈവമാണെന്ന് പ്രചരിപ്പിക്കുന്നതിനെതിരെ സംവിധായിക ലീല സന്തോഷ്. കരിന്തണ്ടനെ ചിലർ ബോധപൂർവം പണിയ ഗോത്ര ചരിത്രത്തിൽ നിന്ന് പോലും മാറ്റി സ്ഥാപിക്കുകയാണെന്ന് ഗോത്രവിഭാഗത്തിലെ ആദ്യ വനിതാ സിനിമാ സംവിധായിക ലീല സന്തോഷ് പറഞ്ഞു. കരിന്തണ്ടൻ പണിയ സമുദായത്തിന്റെ ആചാര അനുഷ്ഠാന പാട്ടുകളിലുൾപ്പെടെ പാടിപ്പതിഞ്ഞ കഥാപാത്രമാണ്. ഗോത്രജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കരിന്തണ്ടനെ ദൈവമാക്കാനുള്ള ശ്രമം നിഷ്കളങ്കരായ ആദിവാസി വിഭാഗത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ലീല സന്തോഷ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു മൂപ്പനാണ് കരിന്തണ്ടൻ. എന്നുവെച്ചാൽ നമ്മളെ പോലപ്പാട്ട് പറഞ്ഞ മരണാനന്തര ചടങ്ങുകളിൽ പാടി ഹിസ്റ്ററിയിൽ പണിയരുടെ ഹിസ്റ്ററിയിൽ ഇങ്ങനെ പാടി വരുന്നൊരു അത് ഭൂമി ഉണ്ടായത് എങ്ങനെയാണോ അവിടുന്ന് മുതൽ ഇങ്ങനെ കരിന്തണ്ടൻ്റെ കഥയടക്കം പാടി ഇതാകുന്നുണ്ട്. അപ്പം അത്രയും ചരിത്രപരമായിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് കരിന്തണ്ടൻ. അപ്പം അങ്ങനൊരു കരിന്തണ്ടൻ എന്ന ആ മഹാവ്യക്തിയുടെ സ്മാരകത്തിലേക്ക് പോലും നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ ഇന്നത്തെ കാലത്തുള്ളത് അത് രാഷ്ട്രീയ മുതലെടുപ്പ് ആയിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. കരിന്തണ്ടനെ പറ്റിയുള്ള സിനിമയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ടൈറ്റിൽ റോളിൽ വിനായകനെ തന്നെയാണ് ആലോചിക്കുന്നതെന്നും ലീല പറഞ്ഞു. നമ്മളിത് രാഷ്ട്രീയം പറയുന്നുണ്ട്, ജീവിതം പറയുന്നുണ്ട്, പ്രണയം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അന്നത്തെ ഒരു കാലഘട്ടം എന്തായിരുന്നു വെച്ചാൽ ട്രൈബ് എന്താണോ നേരിട്ടുകൊണ്ടിരുന്നത് എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് തന്നെയാണ് കരിന്തണ്ടൻ വരിക. പുതുതായി ചെയ്യുന്ന ഡോക്യുമെന്ററിയുടെ തിരക്കിലാണ് ലീല സന്തോഷ്. സമീപകാലത്തെ സിനിമകൾ ഗോത്രജനതയുടെ രാഷ്ട്രീയത്തെ സത്യസന്ധമായി അടയാളപ്പെടുത്തുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. രതീഷ് വാസുദേവൻ, ന്യൂസ് 18 വയനാട്. കാണികൾക്ക് ആവേശം പകർന്ന് പാലക്കാട് മലമ്പുഴയിൽ ബൈക്ക് റേസിംഗ്. 7 വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 60ഓളം പേർ പങ്കെടുത്തു. പാലക്കാട്ടെ റോയൽ പിസ്റ്റോപ്പിന്റെ നേതൃത്വത്തിലാണ് മലമ്പുഴ ചെറാട് മേഖലയിൽ ബൈക്ക് റേസിംഗ് നടന്നത്. സ്വകാര്യ സ്ഥലത്ത് ക്രമീകരിച്ച ട്രാക്കിൽ 1.5 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു സാഹസിക പ്രകടനം. ഏഴ് വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 54 പേർ പങ്കെടുത്തു. സാഹസികതയും ആവേശവും നിറഞ്ഞു നിന്ന മത്സരം കാണാൻ നിരവധി പേരാണെത്തിയത്. ന്യൂസ് 18 പാലക്കാട്. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.